ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. നമ്മുടെ ചർമ്മം കരളിന്റെയും വൃക്കയുടെയും ആരോഗ്യത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യകത? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് നമ്മുടെ സ്കിന്നിൽ ചില സമയത്ത് നമ്മുടെ ത്വക്കില് ചൊറിച്ചിലുണ്ടാകാം, കളർ ചേഞ്ചുകൾ ഉണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനെ വളരെ ലാഘവത്വത്തോടെ ഒരു ചർമ്മ പ്രശ്നമായി കണക്കിലെടുത്ത് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് എടുക്കുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുന്നു. അതായത് കരളിന്റെയും വൃക്കയുടെയും പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ സ്കിന്നിൽ വളരെയധികം വ്യത്യാസങ്ങൾ കാണിക്കാം എന്ന് മനസ്സിലാക്കി തരികയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ, നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളില് ഒക്കെ യെല്ലോ കളർ കാണുവാണെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു? വളരെ കോമൺ ആയിട്ടുള്ളതാണ്. ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ബിലിറൂബിന്റെ അളവ് കൂടുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് പ്രധാന കാരണം നമ്മുടെ ബിലിറൂബിൻ ശരിയായിട്ട് ഒരുപാട് കൂടുതലായിട്ട് SGOT SGPT ഒക്കെ പറയുന്ന നമ്മുടെ കരളിന്റെ പ്രവർത്തനം തെറ്റിപ്പോകുന്ന സമയങ്ങളിലാണ്, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ മോശമാകുന്നു. ആദ്യം ചിലപ്പോൾ നമുക്കൊരു ഫാറ്റി ലിവർ ആയിരിക്കാം കണ്ടുവരുന്നത്. ചിലപ്പോൾ അത് ഹെപ്പറ്റൈറ്റിസിലോട്ട് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഇൻഫ്ലമേഷൻ ആകാം. ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും വരുന്ന ഇൻഫ്ലമേഷൻ ലിവറിലേക്ക് ബാധിച്ചതായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ബിലിറൂബിന്റെ അവസ്ഥ കൂടി നിൽക്കാം. ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് വന്ന എക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ കാലം എടുക്കുന്ന ക്രോണിക് ഇൻഫ്ലമേഷനിലേക്കും ഈ ബിലിറൂബിന്റെ വ്യത്യസ്തത മാറാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ സ്കിന്നിലാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം കാണിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ. സ്കിന്നില് എല്ലാ ഭാഗത്തും, ശരീരത്തിന്റെ ത്വക്ക് ഭാഗങ്ങളിലെല്ലാം ചൊറിച്ചിലുണ്ട്, പക്ഷെ വേറെ പാടുകളൊന്നും വരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ. ഇത് നമ്മുടെ വൃക്കയെയും അതേപോലെ തന്നെ കരളിനെയും തന്നെയാണ് കാണിക്കുന്നത്. കരളിന്റെ കേസ് എടുത്തു നോക്കിയാൽ പിത്തരസങ്ങൾ ശരിയായിട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ പിത്തലവണങ്ങൾ ശരീരത്തിന്റെ സ്കിന്നിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നതും അത് നമ്മുടെ ചൊറിച്ചിൽ കൂട്ടാനും ഇടയാക്കുന്നു. കരളിന്റെ അടുത്ത് നോക്കിയാല്, വൃക്കയുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാല് വൃക്ക എന്താണ് ഏറ്റവും അധികം ചെയ്യുന്നത്? ടോക്സിൻസ്, അതായത് നമ്മുടെ വിഷാംശങ്ങൾ പുറന്തള്ളുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശരിയായിട്ട് നടക്കാതെ വന്നാൽ അതും ഇങ്ങനെ തന്നെ സ്കിന്നിന്റെ നാഡികളെ ഉത്തേജിപ്പിക്കുകയും ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ കോമൺ ആയിട്ടുള്ള നമ്മുടെ ശരീരം മുഴുവനുള്ള ചൊറിച്ചിൽ, വേറെ പാടുകളൊന്നും വരുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ വൃക്കയുടെയും കരളിന്റെയും നോക്കണം. അതിന്റെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ കളർ ചേഞ്ച് വരുന്നു. അതായത് ഇപ്പോ കക്ഷത്ത് അല്ലെങ്കിൽ നിന്നർ ഏരിയാസിൽ കറുത്ത് വരുന്നു, കഴുത്തില് കറുപ്പ് വരുന്നു, മുഖത്ത് ഒരു ആഷി ഷെയ്ഡ് വരുന്നു. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ വൃക്കയെയോ അല്ലെങ്കിൽ കരളിനെയോ കാണിക്കുന്നു. ശരിയായിട്ട് വിഷാംശം പുറന്തള്ളാൻ പറ്റാതെ വരുന്ന സമയങ്ങളിൽ അത് ദീർഘമായി നാൾ തുടർന്നാൽ, നമ്മൾ അറിയാതെ പോകുന്നു, കുറെ നാൾ അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്കിന്നിൽ കളർ ചേഞ്ച് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ഇതേപോലെ തന്നെ മുഖത്തും അതേപോലെ തന്നെ കാലിലും നീർവീക്കം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് നീർവീക്കം ഉണ്ടാകുന്നത്? നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കിഡ്നീസ്, അതായത് വൃക്കകളാണ് നമ്മുടെ ദ്രാവകങ്ങൾ കൺട്രോൾ ചെയ്ത് അതിന്റെ പൊസിഷനിൽ നിർത്തുന്നത്. പക്ഷെ ഈ ദ്രാവകങ്ങളുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്ന വൃക്കയ്ക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വൃക്കകൾ എന്ത് ചെയ്യും? ശരിയായിട്ടുള്ള പ്രവർത്തനം ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ ഇതേപോലെ നീർക്കെട്ട് മുഖത്തുണ്ടാവാം, കാലിലുണ്ടാകാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കൂടുതലായിട്ടും കാണിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനിയുള്ളത് നമുക്ക് എന്താണ്? നമ്മുടെ ശരീരത്തില് പല ഭാഗത്ത് ഇപ്പൊ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളായിട്ട് മാറുന്നു. അതേപോലെ തന്നെ സ്പൈഡർ ആൻജിയോമ പോലെ രക്തക്കുഴലുകൾ വളരെയധികം സ്കിന്നിന്റെ അടിയിൽ പ്രോമിനന്റ് ആയിട്ട് കാണിക്കുന്നു, നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്നു. അപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതും ശരിക്കും ഈ വൃക്കയുടെയും കരളിന്റെയും പ്രവർത്തനം. പ്രധാനമായിട്ട് വൃക്കകൾ ടോക്സിൻസ് ശരിയായിട്ട് തുറന്ന് ഒഴിവാക്കാൻ, അതായത് പുറന്തള്ളാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ, അത് മാത്രമല്ല നമ്മുടെ രക്തം കട്ട പിടിക്കേണ്ടുന്ന പ്രോട്ടീൻസ് നമ്മുടെ കരള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അത് ശരിയായിട്ട് പ്രവർത്തനം നടക്കുന്നില്ല എങ്കിൽ ചില സമയങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാകാം. ചില സമയങ്ങളിൽ ഇതേപോലെ രക്തക്കുഴലുകൾ വളരെയധികം പ്രോമിനന്റ് ആയിട്ട് സ്പൈഡർ ആൻജിയോമ പോലത്തെ കണ്ടീഷൻസ് കാണിക്കാനൊക്കെ ആയിട്ട് ഇടയുണ്ട്.
ഇനി നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നു എന്ന് വിചാരിക്കുക, വളരെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെയധികം ഡീഹൈഡ്രേഷൻ ആണ് കാണിക്കുന്നത്. ജലാംശം ശരീരത്തിൽ കുറവാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ ജലാംശം കുറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? വൃക്കയ്ക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ശരിയായിട്ട് വിഷാംശം പുറന്തള്ളാനായിട്ട് വെള്ളമില്ലാത്തത് കൊണ്ട്, ശരീരത്തിൽ വെള്ളം ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് പുറന്തള്ളാൻ കഴിയാതെ വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് വൃക്ക ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരുന്നു. തുടർന്ന് നമുക്ക് എന്തുണ്ടാകും? നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും ചൊറിഞ്ഞ് മോശമാവുകയും ചെയ്യുന്നു. അപ്പൊ അതും നമ്മുടെ സ്കിന്നിലാണ് ശരിക്കും കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈവൻ ചർമ്മ പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഈ പറഞ്ഞ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കാമെങ്കിലും ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ, അതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണെങ്കിലും അതേപോലെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആണെങ്കിലും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വർഷത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്